റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നേമം സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പിടിമുറുക്കി ഇഡി. മുൻ ബാങ്ക് പ്രസിഡന്റ് ആർ പ്രദീപ് കുമാറിനെ ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി. മുൻ ഭരണസമിതി അംഗങ്ങളെയും ഉടൻ ചോദ്യം ചെയ്യും. CPM മുൻ ഏരിയ കമ്മിറ്റി അംഗമായ പ്രദീപ് 15 വർഷം ബാങ്ക് പ്രസിഡന്റായിരുന്നു. CPM ഭരണസമിതിയുടെ കാലത്ത് ബാങ്കിൽ 100 കോടിയുടെ തട്ടിപ്പ് നടന്നെന്നാണ് കണ്ടെത്തൽ. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, വെരി ഗുഡ് മോർണിംഗ് ശരൺ. മറ്റൊരു തെരഞ്ഞെടുപ്പ്, മറ്റൊരു സഹകരണ ബാങ്കിനെ പിടിക്കാൻ മറ്റൊരു ഇഡി. നമ്മൾ കരുവന്നൂരിൽ കണ്ടതാണ്. പക്ഷേ അന്ന് അവിടെ ഒരു കേസ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തു. ഇഡി അവിടെ എത്തി. വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് നേമം സഹകരണ ബാങ്കിലേക്ക് ഇഡി എത്തുന്നു. പക്ഷേ ചില വെട്ടിപ്പുകളും തട്ടിപ്പുകളും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അല്ലേ ശരൺ? ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഇഡി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെ മിനി കരുവന്നൂർ എന്ന നിലയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പിനെ കാണുന്നതെന്നുള്ളതാണ്. കഴിഞ്ഞ നവംബറിൽ വലിയ രീതിയിലുള്ള റെയ്ഡുകളിലേക്ക് അവർ കടന്നിരുന്നതാണ്. തിരുവനന്തപുരത്ത് 5 ഇടങ്ങളിൽ റെയ്ഡുകൾ നടക്കുന്നു. അങ്ങനെ പ്രതികളുടെ വീടുകളിലടക്കം നടത്തിയ റെയ്ഡിൽ ചില രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ ഇഡി കണ്ടെത്തിയിരുന്നത് ഒരാളുടെ പേരിൽ വ്യാജ സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്നു. അങ്ങനെ അതിൻ്റെ മറവിൽ വലിയ തോതിൽ തന്നെ അനധികൃത വായ്പകൾ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 100 കോടിയുടെ തട്ടിപ്പാണ് CPM ഭരണസമിതിയുടെ കാലത്ത് നടന്നൊരു കണ്ടെത്തലിലേക്ക് കൂടി ഇഡി എത്തിയിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ഇഡി നീങ്ങുന്നത്. ഇപ്പോൾ മുൻ ഏരിയ കമ്മിറ്റി അംഗമായ പ്രദീപ് കുമാറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മുൻ ഭരണസമിതി അംഗങ്ങളുടെ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരം കൂടിയാണ് ഇഡി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ പ്രതികളുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് ഇഡി നീങ്ങുകയും ചെയ്യും. അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ നമ്മൾ കരുവന്നൂർ വിഷയത്തിൽ ഇഡിയുടെ നടപടികൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോരുന്നത് എന്നുള്ളത് കണ്ടിരുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലേക്ക് തന്നെ അവർ ഈ നടപടികൾ കടുപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് മറ്റൊരു തെരഞ്ഞെടുപ്പ് വേളയിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നേമത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇഡി വരാൻ പോകുന്നു എന്നുള്ളതാണ് നേമത്ത് ശരൺ നൽകിയ വാർത്തയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു തെരഞ്ഞെടുപ്പ്, ഒരേ രീതി, ഒരേ സ്ട്രാറ്റജി, അതിന് വിജയിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കരുവന്നൂരിൽ വന്നു. പക്ഷേ കരുവന്നൂരിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 13 സീറ്റുകളിലും LDF തന്നെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇഡി വരുന്നു, ക്രൈംബ്രാഞ്ച് വരുന്നു. പക്ഷേ കരുവന്നൂരിലൊന്നും ഒന്നിനും മാറ്റമൊന്നുമില്ല. അവിടെ 13 പേരും LDF തന്നെ ജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇനി നേമത്തേക്കാണ്.